നിങ്ങൾക്കറിയില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ ചെഷസ്ക്യൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെഷസ്ക്യൂ തൂറാൻ വേണ്ടി ഉപയോഗിക്കുന്ന കക്കൂസ് സ്വർണം കൊണ്ടായിരുന്നു അത്രേ. ഇവിടെ ഒരു കാരണഭൂതമുണ്ടല്ലോ, കാരണഭൂതവും തൂറാൻ ഉപയോഗിക്കുന്ന കക്കൂസ് സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്നാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ചോദിക്കാനുള്ളത്. ചെഷസ്ക്യൂ എന്ന് പറയുന്നത് ഏകാധിപതിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ അവർ വിസർജിക്കാൻ വേണ്ടിയിട്ട് കക്കൂസ് സ്വർണം കൊണ്ട് പണിയുമ്പോൾ ഇവിടെ കേരളത്തിലും അതേപോലെ കക്കൂസ് സ്വർണം കൊണ്ട് പണിയാനാണോ ഈ അയ്യപ്പന്റെ സ്വർണം എടുക്കുന്നത് എന്നാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ സംശയിക്കുന്നതല്ല, അവരങ്ങനെ ചിന്തിക്കുന്നു. കാരണം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല അയ്യപ്പന്റെ ദ്വാരപാലക ശില്പത്തെ സ്വർണ്ണം അടിച്ചു മാറ്റുന്നവര് ഇവരെ എത്ര സ്വർണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അല്ലേ? ഇതിനോടൊരു ധൈര്യം. എന്നിട്ട് ഉളുപ്പും മാനില്ലാതെ വാസുവൻ എന്ന് പറയുന്ന ദേവസ്വം മന്ത്രി ഇപ്പോഴും രാജിവെച്ചിട്ടില്ല. ഉളുപ്പും മാനില്ലാതെ കടിച്ചു തൂങ്ങുകയാണ്. രാജിവെച്ച് പോടണോ നീയൊക്കെ, കാരണഭൂതമേ. മറ്റൊന്ന് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ഇപ്പോഴത്തെ PS പ്രശാന്ത്, അതിനു മുമ്പത്തെ പത്മകുമാർ, മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഉത്തരം പറയണം നിങ്ങൾ ഇവിടുത്തെ ഭക്തന്മാരോട്. കേരള ചരിത്രം ഇന്നവരെ സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത ഏറ്റവും വലിയ അമ്പലക്കൊള്ള അതാണ് നടന്നത്. കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കരെ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു മോഷ്ടാവ് അവിടുത്തെ തിരുവാഭരണങ്ങളും അവിടുത്തെ പ്രതിഷ്ഠകളൊക്കെ അടിച്ചുകൊണ്ടേ പറ്റി പറഞ്ഞിരുന്നു. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അമ്പലക്കൊള്ളയായിരുന്നു ഈ ഏറ്റുമാനൂർ അമ്പലത്തിൽ നടന്നത്. സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു മോഷ്ടാവ്. സ്റ്റീഫന്റെ അപ്പൂപ്പന്മാരാണ് ഇവരൊക്കെ. ഈ പറയുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും അതിന്റെ മുകളിൽ ഇരിക്കുന്ന കാരണഭൂതനും ഒക്കെ. എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഞാൻ ഈ വീഡിയോ തുടങ്ങിയ സമയത്ത് പറഞ്ഞത്, അതായത് അന്ന് നാമജപ ഘോഷയാത്ര നടത്തിയ കട്ടപ്പനായരും മറ്റേ എന്താ പറയാ വെള്ളാപ്പള്ളി ഉണ്ടല്ലോ, വെള്ളാപ്പള്ളിയും കട്ടപ്പനായരും ഇപ്പൊ കാരണഭൂതന്റെ ചെരുപ്പ് നക്കിയിരിക്കുകയാണ് അടുക്കളയിൽ. കാരണഭൂതന്റെ അടുക്കളയിലാണ് ഇവര്. ഈ പറയുന്ന കട്ടപ്പനായരും മറ്റേ കുട്ടപ്പനായരല്ല, നമ്മുടെ വെള്ളപ്പള്ളിയും. എന്തൊരു അപഹാസ്യമായ ഒരു സ്ഥിതിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ നാമജപ ഘോഷയാത്രയും ഇല്ല, അയ്യപ്പനും വേണ്ട, ആർക്കും വേണ്ട. എല്ലാവർക്കും അധികാരം ചക്കരക്കുടത്തിൽ കൈയിട്ട് നക്കിയാ മതി. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞെട്ടിയിരിക്കുകയാണ്. അതായത് അയ്യപ്പ ഭക്തന്മാർക്ക് അവരാകെ സ്തംഭിച്ചിരിക്കുകയാണെന്നേ. ഏറ്റവും അവസാനം ഇപ്പൊ മനസ്സിലാക്കിയത് SJR കുമാർ എന്ന് പറയുന്ന ശബരിമല കർമ്മസമിതിയുടെ കൺവീനർ സന്നിധാനം പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ പരാതി നൽകിയിരിക്കുകയാണ്. ഒരു ഭക്തൻ എന്നുള്ള രീതിയിൽ അയ്യപ്പന്റെ ഈ ഏറ്റവും ഭക്തജനങ്ങൾ അത്രമാത്രം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അടിച്ചു മാറ്റിയിരിക്കുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി ചാനലുകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ദേവസ്വം മന്ത്രി രാജിവെച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വാസവനൊക്കെ രാജിവെച്ച് പോകേണ്ട സമയം കഴിഞ്ഞു. PS പ്രശാന്ത് എന്ന് പറയുന്ന ഈ ദേവസ്വത്തിന്റെ പ്രസിഡന്റ്, അയാൾ ഉളുപ്പും മാനില്ലാതെ പറയാണ് അത് അന്വേഷിക്കട്ടെ എന്ന്. വാസുവനും പറയുന്നു ഇത് എന്താ പറയാ, ഇത് ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷിക്കട്ടെ എന്ന്. നല്ല രസമായി. ദേവസ്വത്തിന്റെ വിജിലൻസ് അല്ലെങ്കിൽ പിണറായിയുടെ വിജിലൻസ് ഇവരൊക്കെ അന്വേഷിച്ചാൽ തെളിയാൻ പോകുന്ന കേസാണല്ലോ. CBI ആണ് അന്വേഷിക്കേണ്ടത്. കുമ്മനം രാജശേഖരൻ പറഞ്ഞു, BJP നേതാക്കന്മാർ പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് CBI അന്വേഷിക്കേണ്ടതാണ്. അതല്ലാതെ പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ ഇത് തെളിയില്ല. നമ്മൾ പണ്ട് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ. ഇത് അതിനേക്കാളപ്പുറമാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടെടുക്കുക, എന്നിട്ട് അയ്യപ്പന്റെ പേരിൽ ഇവിടെ ഒരു മഹാസംഗമം നടക്കുക. തെമ്മാടിത്തമല്ലേ ഇത്? തെമ്മാടിത്തം. കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു ഇതിനെ കൊള്ള എന്നല്ല പറയുന്നത്, ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ തെമ്മാടിത്തമാണെന്നാണ് പറഞ്ഞത്. തെമ്മാടിത്തം, അതല്ലാതെ ഇതിന് മറ്റൊരു വാക്കില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. കഴിഞ്ഞ ദിവസത്തെ ഏതൊരു ചർച്ചയും എനിക്കൊന്ന് മാതൃഭൂമി ചാനലിലെ ചർച്ചയിലാണ് ഒരു അന്തംകമ്മി നേതാവ് വന്നിരുന്ന് പറയുന്നത്, അത് തന്ത്രിയാണ് ഉത്തരവാദിത്വം. അതായത് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തേക്ക് ഈ ദ്വാരപാലക ശില്പം കൊടുത്തുവിട്ട തന്ത്രിയാണത്രേ. ദേവസ്വത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന്, ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്ന്. ഇപ്പൊ വാസ്തവം പറയുന്നതാണല്ലോ. വാസ്തവം പറയുന്നത് ഈ പറയുന്ന പ്രശാന്ത് പറയുന്നത് ഒക്കെ എന്താണ്, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്തമില്ല, അതേതോ ഉദ്യോഗസ്ഥന്മാര്. പിന്നെ ഇവരൊക്കെ എന്തിനാണ് ഏതോ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തന്ത്രി ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് ഈ ദേവസ്വം ബോർഡ് കട്ടുമുടിക്കാനോ? ഇമ്പാല കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ TA എഴുതി വാങ്ങാനോ? ഈ ഹൈന്ദവ സമുദായ അംഗങ്ങളുടെ ഒരു ആത്മ നിയന്ത്രണം ആലോചിച്ചിട്ടാണ് ഇനി ഞാൻ അത്ഭുതപ്പെടുന്നത് കേട്ടോ. അവര് ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന അയ്യപ്പന്റെ ആ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം അടിച്ചു മാറ്റിയ ഒരവസ്ഥയിൽ
അവരാകെ ഞെട്ടിയിരിക്കുകയാണെന്നേ. എന്നിട്ട് ഉളുപ്പന്മാരിൽ അത് ന്യായീകരിക്കുന്നു. കാരണബോധവും ഈ പറഞ്ഞ പോറ്റിയും തമ്മിലുള്ള ഫോട്ടോകളൊക്കെ ഇതാ വന്നിരിക്കുന്നു. അല്ല, ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഈ പോറ്റിയെ കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. പോറ്റി എന്ന് പറയുന്നത് ഒരു ഉപകരണം മാത്രമാണ്, ഒരു ടൂള് മാത്രമാണ്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈ കഴുകാം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പറയാം, എന്റെ കയ്യിൽ തന്നത് ഈ ചെമ്പ് തകിടാണ്, എന്റെ കയ്യിൽ തന്നത് ചെമ്പ് തകിടാണ്. നോക്കിയേ, നിങ്ങളെ ദേവസ്വത്തിന്റെ രേഖകൾ നോക്കിയേ. ദേവസ്വത്തിന്റെ രേഖകളിൽ ദേവസ്വം ഉദ്യോഗസ്ഥന്മാർ എഴുതി വെച്ചിരിക്കുന്നു, ഞങ്ങളിതാ ഈ പറയുന്ന പോറ്റിക്ക് കൊടുക്കുന്നത് ഈ ചെമ്പ് തകിടാണോ എന്ന്. അങ്ങനെ 5 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി ഇവര് രണ്ടാമത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ വീണ്ടും ഇത് സ്വർണം പൂശാൻ പോവുകയാണ്. ഇടക്കിടക്ക് സ്വർണം പൂശാൻ കൊണ്ടുപോവുകയാണ്. ഓരോ തവണ സ്വർണം പൂശുമ്പോൾ ഈ 5 കിലോ 10 കിലോ സ്വർണം ആരുടെയൊക്കെ പോക്കറ്റിലേക്കാണ് പോകുന്നത്? കണ്ടെത്തണ്ടേ? അത് പിണറായി വിജയന്റെ പോലീസ് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ? പിണറായി വിജയന്റെ ഈ പറയുന്ന വിജിലൻസ് സംഘത്തിനെ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ? ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുമോ? ഇത് CBI അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടെത്താൻ പറ്റുള്ളൂ. ഒരു കേന്ദ്ര സംഘം അന്വേഷിക്കണം. ഇത് തമാശ കളിയല്ല. ഇതിനൊക്കെ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബവും ഇതൊക്കെ നരകിക്കും കേട്ടോ. കാരണം ദേവന്റെ സ്വത്ത് കട്ടുമുടിച്ചാൽ എന്ന് പറഞ്ഞാൽ കട്ടുമുടിക്കുന്നത് നോക്കി നിന്നാൽ, അതിനുള്ള ഒത്താശ ചെയ്തു കൊടുത്താൽ നിങ്ങളൊക്കെ നരകിച്ച് പുഴുത്തിന്ന് നിങ്ങളൊക്കെ ആ രീതിയിലായിരിക്കും നിങ്ങളുടെ അന്ത്യം എന്നോർത്തോ. ഒരുപാട് അനുഭവങ്ങളുണ്ട് നമുക്ക് മുമ്പിൽ, ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഈ ഹൈന്ദവ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതായത് ആരാധനാലയങ്ങളിൽ ആരൊക്കെ കൈയിട്ട് വാരുന്നോ അവരുടെയൊക്കെ ജീവിതം തലമുറകൾ കഴിഞ്ഞാലും നരകതുല്യമായിരിക്കുന്ന പറഞ്ഞത്. എത്ര വിശ്വാസമില്ലാത്തവരും വിശ്വസിച്ചു പോകും. ഭഗവാന്റെ സ്വർണം, ഭഗവാന്റെ സമ്പത്ത്, അത് കൈയടക്കുന്നവരൊന്നും ഗുണം പിടിക്കില്ല. ഈ പറയുന്ന ദേവസ്വം ബോർഡിലെ ഏത് ഉദ്യോഗസ്ഥനാണ് ഇനി നരകിക്കാതെ ഇവിടെ അതിജീവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അത് വേറൊരു കഥ. അതിന്റെ ശിക്ഷയ്ക്ക് അയ്യപ്പൻ കൊടുത്തുകൊള്ളും. പക്ഷെ അതല്ലല്ലോ, ഒരു നാട്ടിലൊരു നിയമ സംവിധാനം ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇന്നിറങ്ങിയ ദേശാഭിമാനി പത്രേ, ഇന്നിറങ്ങിയ എല്ലാ പത്രങ്ങളും, ഇതിപ്പോ കേരളകൗമുദിയുടെ ഒന്നാമത്തെ പേജിൽ മല്യ കൊടുത്ത 5 കിലോ സ്വർണ്ണപ്പാളി അപ്പാടെ വിഴുങ്ങി. എനിക്ക് തോന്നുന്നു ഏറ്റവും വളരെ വൃത്തിയായി, ഏറ്റവും കൃത്യമായി, ആത്മാർത്ഥതയോടെ ഈ വാർത്ത കവർ ചെയ്തത് ഈ കേരളകൗമുദി പത്രമാണ്. കേരളകൗമുദിയുടെ തലക്കെട്ട് മാത്രം മതി, മല്യ കൊടുത്ത 5 കിലോ സ്വർണ്ണപ്പാളി അപ്പാടെ വിഴുങ്ങി. അതാണ് ആപ്റ്റായ തലക്കെട്ടാണ്. മല്യ കൊടുത്ത 5 കിലോ സ്വർണ്ണപ്പാളി അപ്പാടെ വിഴുങ്ങിയവരെ കണ്ടെത്തണ്ടേ? വിഴുങ്ങിയവരാരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് വിഴുങ്ങിയത്. ഈ വിഴുങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്തല്ലേ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും കൊടുത്തയച്ചത്. അപ്പോഴാണ് ഹൈക്കോടതി പിടിച്ചത് തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞത്. മാധ്യമം ചോദിക്കുന്നു, സ്വർണം എവിടെ? മാധ്യമത്തിന്റെ തലക്കെട്ടാണ്. മനോരമയുടെ തലക്കെട്ട് ആകെ പാളി എന്നാണ്. ശബരിമല സ്വർണ്ണ വിവാദം, കൂടുതൽ ക്രമക്കേട് പുറത്ത്, ആകെ പാളി. 1998 പൊതിഞ്ഞ സ്വർണം 2019 ചെമ്പ് മാത്രമായി മാറിയത് എങ്ങനെയെന്ന് അവ്യക്തം. ഈ മാതൃഭൂമി മാതൃഭൂമി പറയുന്നു, പാളി പോയി പല വഴി എന്നാണ് മാതൃഭൂമി എഴുതിയത്. അവസാനം നിങ്ങൾക്ക് ദേശാഭിമാനി കാണാം. ദേശാഭിമാനിയുടെ 1-ാം പേജാണ്. ശബരിമലയിലെ ഈ തീവട്ടിക്കൊള്ളയെ കുറിച്ച് ഒരു വരി പോലും 1-ാം പേജിൽ കാണില്ല. ഇവിടെ കോൺഗ്രസിനെതിരെ ലീഗ് എന്നുള്ള വാർത്തയാണ് ഇവരുടെ തലക്കെട്ട്. ഇവര് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? മറ്റൊരു 1-ാം പേജ് കൂടിയുണ്ട്. 1-ാം പേജിൽ അവരുടെ ഹെഡിങ് എങ്ങനെയാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ചോദ്യം ചെയ്യും. അതാണ് ഡെക്ക്. ദേശാഭിമാനി പറയാണല്ലോ, ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരവാദി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന്. അപ്പൊ ദേവസ്വമോ? 5 കിലോ സ്വർണം പതിപ്പിച്ച ഈ പറയുന്ന ദ്വാരപാലക ശില്പപാളിയെ ചെമ്പുപാളി എന്ന് മഹസറിൽ എഴുതി വെച്ച, ഈ തിരുവാഭരണ രജിസ്റ്ററിൽ എഴുതി വെച്ച ഈ പറയുന്ന ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർ, ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, ദേവസ്വം ബോർഡിന്റെ മന്ത്രി, ഇവരൊന്നും കുറ്റക്കാരല്ലത്രേ. ചെമ്പുപാളി എന്ന് എഴുതിയിട്ട് ഇത് കൊടുത്തുവിട്ട ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇവരുടെ പ്രതി. അതാണ് എഴുതുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇന്ന് ചോദ്യം ചെയ്യുമത്രേ. അതെന്തിനാണെന്ന് അറിയോ? അതാണ് ഏറ്റവും വലിയ രസം. കോടികളുടെ ഭൂമി ഇടപാട്, അതാണ് ദേശാഭിമാനി കണ്ടെത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം അധികൃതരുടെ സഹായത്തോടെ അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റിയതിനെ കുറിച്ച് ദേശാഭിമാനിക്ക് ഒന്നും മിണ്ടാനില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കഴിഞ്ഞിട്ട്
നടത്തിയിട്ടുണ്ട് അത്രേ. കോടികളുടെ ഭൂമി ഇടപാട് നോക്കണം. ദേശാഭിമാനി ഇങ്ങനെ എഴുതിയാൽ നമുക്ക് അത്ഭുതമില്ല. കാരണം എല്ലാ ദിവസവും കള്ളത്തരം എഴുതുന്ന, എല്ലാ ദിവസവും അവാസ്തവമായ കാര്യങ്ങൾ എഴുതുന്ന, സർക്കാരിന്റെ മൂട് താങ്ങുന്ന പത്രം ഇതല്ലാതെ മറ്റൊന്നും എഴുതില്ല നമുക്കറിയാം. എന്നാലും ഒരു ഉളുപ്പൊക്കെ വേണ്ടിടോ. കോടികളുടെ ഭൂമി ഇടപാടത്രേ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ കുറിച്ച് ദേശാഭിമാനിക്ക് മിണ്ടാട്ടമില്ല. എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ മൂടി വെക്കാൻ പറ്റും? ഈ പറഞ്ഞൊരു ടോയ്ലറ്റ് പേപ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മൂടി വെക്കാൻ പറ്റും? നിങ്ങൾക്കറിയില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയായ ചെഷസ്ക്യൂവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെഷസ്ക്യൂ തൂറാൻ വേണ്ടി ഉപയോഗിക്കുന്ന കക്കൂസ് സ്വർണം കൊണ്ടായിരുന്നു അത്രേ. ഇവിടെ ഒരു കാരണഭൂതമുണ്ടല്ലോ, കാരണഭൂതവും തൂറാൻ ഉപയോഗിക്കുന്ന കക്കൂസ് സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയത് എന്നാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ചോദിക്കാനുള്ളത്. ചെഷസ്ക്യൂ എന്ന് പറയുന്നത് ഏകാധിപതിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ അവർ വിസർജിക്കാൻ വേണ്ടിയിട്ട് കക്കൂസ് സ്വർണം കൊണ്ട് പണിയുമ്പോൾ ഇവിടെ കേരളത്തിലും അതേപോലെ കക്കൂസ് സ്വർണം കൊണ്ട് പണിയാനാണോ ഈ അയ്യപ്പന്റെ സ്വർണം എടുക്കുന്നത് എന്നാണ് ഇവിടുത്തെ പൊതുജനങ്ങൾ സംശയിക്കുന്നതല്ല, അവരങ്ങനെ ചിന്തിക്കുന്നു. കാരണം അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തിധരന്റെ പോസ്റ്റ്, ശക്തിധരൻ ചോദിക്കുന്നു, മുഖ്യമന്ത്രി കേരളത്തിൽ നിർമ്മിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു കള്ളക്കമ്മട്ടം മാത്രമെന്നാണ് ശക്തിധരൻ പറയുന്നത്. ഇനി ഒരു കള്ളക്കമ്മട്ടം മാത്രമേ നിർമ്മിക്കാനുള്ളൂ, നോട്ടടിക്കുന്ന യന്ത്രം മാത്രമേ ഇനി നിർമ്മിക്കാനുള്ളൂ, ബാക്കിയൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു, അത്രമാത്രം കട്ടുമുടിച്ചിരിക്കുന്നു ഈ മുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി കേരളത്തിൽ നിർമ്മിക്കാൻ ഇനി ബാക്കിയുള്ളത് ഒരു കള്ളക്കമ്മട്ടം മാത്രം. സ്വർണ്ണപ്പാളിയും ചെമ്പും വെള്ളിയും പിച്ചളയും അതിന്മേലുള്ള പൂശലും മറ്റും ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി മുഖ്യമന്ത്രി കയ്യടക്കത്തോടെ ഹൃദിസ്ഥമാക്കി എന്നാണ് എന്താ പറയാ കാവ്യാത്മകമായി ശക്തിധരൻ പറയുന്നത്. അതൊക്കെ മുഖ്യമന്ത്രി എന്ത് ചെയ്തു? ഹൃദിസ്ഥമാക്കി. ഇതൊക്കെ ആവ്യായി പോയി. ഇനി ഒരു കള്ളക്കമ്മട്ടത്തിന്റെ ഊഴം കൂടിയുണ്ട്. അതും കൊണ്ടാണ് സെക്രട്ടേറിയറ്റ് പടിയിറങ്ങാൻ പോകുന്നത്. അതോടെ എല്ലാം അങ്ങനെ ജോറായി 2026 തുടക്കത്തിൽ മൂപ്പരാണ്ട് പടിയിറങ്ങും. ബിരിയാണി ചെമ്പിലെ സ്വർണവും അയ്യപ്പന്റെ സ്വർണവും ഗതി പിടിക്കില്ല. നരകിച്ച് പുഴുത്തുനിന്ന് ചാവും നീയൊക്കെ, കേട്ടോ. ഭരിച്ചാൽ ഇങ്ങനെ ഭരിക്കണം. ശക്തിധരൻ കളിയാക്കുകയാണ്. കാരണഭൂതമേ, ഭരിക്കുമ്പോ ഇങ്ങനെ ഭരിക്കണം എന്ന് പറയാണ്. ഇവിടെ ഒരുപാട് മുഖ്യമന്ത്രിമാരെ ഭരിച്ചിട്ടുണ്ടല്ലോ, അല്ലേ? അതോ അവരോടൊക്കെ ശക്തിധരൻ പറയാണ്, എടോ ഭരിക്കുമെങ്കിൽ ഇങ്ങനെ പറയണം, കാരണഭൂതനെ പോലെ ഭരിക്കണം, കട്ടുമുടിക്കണം. എന്നിട്ടൊരു പ്രശ്നമില്ലല്ലോ, ഉളുപ്പില്ലാതെ നടക്കുന്നു പറയണം. ഭരിച്ചാൽ ഇങ്ങനെ ഭരിക്കണം. സർവകലാവല്ലഭനല്ലേ മുഖ്യമന്ത്രി? സർവകലാവല്ലഭനാണ്, അല്ലേ? സർവകലാവല്ലഭനായ മുഖ്യമന്ത്രിയെ സോഷ്യൽ മീഡിയയിൽ ഇടിച്ച് എഴുതിയതിന് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ പത്മകുമാർ എനിക്കെതിരെ കടുപ്പത്തിൽ ഏതാനും ആഴ്ച മുമ്പ് ആഞ്ഞടിച്ചിരുന്നു. പത്മകുമാറിന്റെ കാലത്താണ്, പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഈ പറയുന്ന വിജയ് മല്യയുടെ ഈ 5 കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞ ആ ദ്വാരപാലക ശില്പത്തെ ചെമ്പാക്കി മാറ്റിയത് പത്മകുമാർ ഇവിടെ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. ആ പത്മകുമാറാണ് ജി ശക്തിധരനോട് ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ എഴുതിയൊന്നും ശരിയായില്ല എന്ന്. എങ്ങനെ എഴുതണടോ പത്മകുമാറെ? ഉളുപ്പുണ്ടോ നിനക്കൊക്കെ? ഞാനൊന്നും അറിഞ്ഞില്ല എന്നാ പറയുന്നത് പത്മകുമാർ. ഇപ്പോ ഞാനൊന്നും അറിഞ്ഞില്ല, അന്വേഷിക്കട്ടെ എന്ന്. എന്നിട്ട് ശക്തിധരൻ എഴുതുകയാണ്, ഏത് കള്ളക്കമ്മട്ടവും കട്ടോളൂ, അയ്യപ്പനെ കക്കരുത് എന്നൊരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ഇത് പാഠമാണ്. പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും നിഗൂഢ ലോകത്തെ കുറിച്ച് എന്തൊക്കെ ഇനി അറിയാനിരിക്കുന്നു എന്ന് കൂടി ശക്തിധരൻ ചോദിക്കുകയാണ്. പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും നിഗൂഢതകളെ കുറിച്ച് എന്തൊക്കെയാണ് ഇനി പുറം ലോകം അറിയാനുള്ളത്? ഇതുവരെ ദൈവത്തിനെ കണ്ടിട്ടില്ല, ഇപ്പോൾ അതും. അതാണ്, ഇതുവരെ ഒരു സമാധാനം ഉണ്ടായിരുന്നു, ദൈവത്തിനെ കണ്ടിട്ടില്ലായിരുന്നു, ഇപ്പോൾ അതും. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണമാണ് അടിച്ചു മാറ്റിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയ്യപ്പന്റെ യഥാർത്ഥ വിഗ്രഹമാണോ അത് എന്നാണ് ഇനി നമുക്ക് സംശയിക്കാനുള്ളത്, കേട്ടോ. അടിച്ചു മാറ്റിയിട്ടുണ്ടാകും. എങ്ങനെ വിശ്വസിക്കും ഈ തിരുട്ടന്മാരെ? ഹൈക്കോടതി ജഡ്ജി മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ ഇതേ മാഫിയാണെന്ന്, അല്ലേ? ഹൈക്കോടതി ജസ്റ്റിസ് കെ സുകുമാരൻ മുഖത്ത് നോക്കി പറഞ്ഞതാണ്, എടോ താൻ മാഫിയാണെന്ന്. അന്ന് ഈ ഹൈക്കോടതി ജഡ്ജിയെ ഞാൻ ശരിയാക്കി തരാന്ന് പറഞ്ഞു. എന്നാൽ ശരിയാക്കണോ, എന്റെ അടുത്ത് രേഖകളുണ്ടെന്ന് ഹൈക്കോടതി ജഡ്ജിയും പറഞ്ഞു. പിന്നെ പിണറായി ആ വഴിക്ക് കണ്ടിട്ടില്ല. അതാ പറയുന്നത്. ശക്തിധരൻ അത് ഓർമ്മിപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിന് 96 വയസ്സുള്ളപ്പോഴും അത് മാഫിയാണെന്ന് കട്ടൊക്കെ വിളിച്ചു പറയുന്ന ഒരു ജഡ്ജി, ആ ജഡ്ജിയായിരുന്നു കെ സുകുമാരൻ. ശതകോടികളുടെ PR പണി കൊണ്ട് വാഴ്ത്തുപാട്ടുണ്ടാക്കിയാൽ ജനം മയങ്ങി വീഴും. ഇതാണ് വിശ്വാസം. ശതകോടികൾ കൊണ്ട് വാഴ്ത്തുപാട്ടുണ്ടാക്കിയാൽ മതി. എന്നിട്ടൊരു ഉദാഹരണം പറയുന്നു, അതിദരിദ്രനില്ലാത്ത ഒരാളും ഇനി കേരളത്തിൽ ഉണ്ടാവില്ലെന്ന് ഒരു ദിവസം രാവിലെ മുഖ്യമന്ത്രി അങ്ങോട്ട് പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും, അടുത്ത മാസം മുതൽ കേരളത്തിൽ ഇനി അതിദരിദ്രർ ഉണ്ടാവില്ല, പിന്നുണ്ടാവില്ല. അത്രയേ ഉള്ളൂ. ഒരു വാഴ്ത്തുപാട്ട്. പിണറായി വിജയൻ നാട് ഭരിക്കുന്ന കാലത്ത്
അതിദരിദ്രന്മാർ എല്ലാവരും കോടീശ്വരന്മാരായി. അത് തന്നെ ആ രീതിയിലുള്ള PR വർക്ക് കൊണ്ട് എത്ര കാലം, ഇനി അധിക കാലമൊന്നുമില്ലല്ലോ, ഏതാനും മാസങ്ങളേ ഉള്ളൂ അല്ലെ, ഏതാനും മാസങ്ങളേ ഉള്ളൂ. അതുവരെ എങ്ങനെയാണ് നിങ്ങൾ അതുവരെ ഏതേതെല്ലാം ക്ഷേത്രങ്ങളിൽ ഗുരുവായൂർ പരിശോധിക്കണം, മഹാക്ഷേത്രങ്ങളൊക്കെ പരിശോധിക്കണം, അവിടുത്തെ നിധികളൊക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ കോടികളുടെ രത്നവും സ്വർണവും ഒക്കെയാണ് നിലവറകളിലുള്ളത്. ഈ പെരുങ്കള്ളൻ അവിടേക്ക് കയറിയോ എന്ന് അന്വേഷിക്കണ്ടേ? ഒരു പെരുങ്കള്ളനല്ല, പെരുങ്കള്ളന്മാർ അവിടേക്ക് കയറിയോ എന്ന് പരിശോധിക്കണ്ടേ? നിങ്ങൾക്ക് കുറച്ച് ആൾക്കാരെയൊക്കെ പറ്റിക്കാൻ പറ്റും, പക്ഷെ എല്ലാ കാലവും എല്ലാവരെയും പറ്റിക്കാമെന്ന് കരുതണ്ട വാസവൻ വിജയൻ എന്നൊക്കെ പേര് പറഞ്ഞപ്പോഴാണ് ഇവിടെ ഒരു അന്തം കമ്മിക്ക് ഒരു TV ചർച്ചയിൽ കുരുപൊട്ടിയത്. MP ചെക്കുട്ടി ഈ വാസവൻ വിജയൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ നേതാവിനെ വിജയൻ എന്നെങ്ങനെ പറയും, വിജയൻ തപ്പുരാൻ എന്ന് വിളിക്കണ്ടേ, വാസവൻ എന്നെങ്ങനെ പറയും, വാസവൻ ചേട്ടൻ, വാസവൻ സഖാവ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ബഹു ചേർക്കണ്ടേ? അതൊന്നും ചേർക്കാതെ വെറും വാസവൻ, വെറും വിജയൻ, എടോ വിജയ, എടോ വാസവ എന്നല്ലാതെ പിന്നെ എന്താണോ നിങ്ങളൊക്കെ വിളിക്കേണ്ടത് എന്ന് MP ചെക്കുട്ടി തന്നെ തിരിച്ചു ചോദിച്ചു. ഇവന്മാരുടെയൊക്കെ പേരതല്ലേ? വിജയൻ അതല്ലാതെ ഗോപാല എന്ന് വിളിക്കാൻ പറ്റുമോ? വാസവൻ അതല്ലാതെ ഗോപാലൻകുട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? അവരുടെ പേരല്ലേ വിളിക്കുക? ഇതാണ് അന്തംകമ്മികൾ. ഇവരിപ്പോഴും ഈ പറയുന്ന ഗോവിന്ദമാഷ്ട തിയറയിൽ വരും. അതായത് ഈ ലക്ഷോപലക്ഷം സ്വാമിമാർ ഇതുവരെ കണ്ടത് മുഴുവനും അയ്യപ്പന്റെ ഈ ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ ഈ സ്വർണം പൊതിഞ്ഞതായി കണ്ടത് മുഴുവൻ AI നിർമ്മിതമായിരുന്നു എന്നായിരിക്കും ഇനിയിപ്പം അപ്പം ഗോവിന്ദനും സിംഗിടികളും പറയാൻ വേണ്ടി പോകുന്നത്. അവിടെ സ്വർണ്ണം ഇല്ലായിരുന്നു, നിങ്ങൾക്ക് തോന്നിയതാണ്. തീർന്നില്ലേ? അയ്യപ്പനോട് കളിക്കല്ലേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്ന് ഈ ആദ്യത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ കുറ്റപ്പെടുത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വളരെ ധൈര്യസമയത്ത് എന്താ പറയുന്നത് അറിയോ? എനിക്ക് തന്നത് ചെമ്പുപാളിയാണെന്നേ. വേണമെങ്കിൽ രജിസ്റ്റർ പരിശോധിച്ചെന്നാ പറയുന്നത്. ദേവസ്വത്തിന്റെ കയ്യിലുള്ള രജിസ്റ്ററിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ പോറ്റിക്ക് കൊടുത്തുവിടുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടുന്നത് ചെമ്പുപാളിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കള്ളനാരാണ്? ഈ പറയുന്ന ഇയാളൊരു ഉപകരണം മാത്രമാണ്, ഇയാളൊരു ഇടനിലക്കാരൻ മാത്രമാണ് ഈ പറയുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളി, ലക്ഷോപലക്ഷം തീർത്ഥാടകരെ കണ്ട് സായുജ്യമടഞ്ഞ ആ ദ്വാരപാലക ശില്പങ്ങളെ മൂടിയ ആ സ്വർണ്ണപ്പാളി അല്ലാതെ ചെമ്പുപാളിയാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവർ സ്വർണ്ണം അടിച്ചു മാറ്റിയത് ഈ പറയുന്ന ദേവസ്വം ബോർഡ് അധികൃതർ തന്നെയാണ്. അല്ല പിന്നെ ആര്? ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡ് മന്ത്രിയും ഇതിനെല്ലാത്തിന്റെയും മുകളിലുള്ള കാരണഭൂതവുമാണ് ഇതിന് ഉത്തരം പറയേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളിലെയും അയ്യപ്പ ഭക്തന്മാരോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഒരു അയ്യപ്പ മഹാസംഗമം നടത്തിയത്, ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഒരു അയ്യപ്പ ഭക്തൻ പോലും വന്നിരുന്നില്ലല്ലോ. കാലിയായി കിടക്കുന്ന കസേരകളല്ലേ നമ്മൾ കണ്ടത്. ഇവിടുത്തെ ഹൈന്ദവരുടെ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നടത്തിയ ഒരു കപട നാടകം. അയ്യപ്പൻ തന്നെ അത് പൊട്ടിച്ച് കൈ കൊടുത്തു. ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയില്ല. പഴയുടെ നമ്പൂതിരി വെച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ മുഴുവൻ വേസ്റ്റായി. ഈ പറയുന്ന പ്രതിനിധികൾക്ക് കുത്താൻ കൊണ്ടുവന്ന അവരുടെ ബാഡ്ജുകൾ മുഴുവനും വേസ്റ്റായി. ആരും വന്നില്ല. ആകെ വന്നത് 500 ഈ പറയുന്ന ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥന്മാരും കുറച്ച് പോലീസുകാരും തമിഴ്നാട്ടിൽ വന്ന ചില തീർത്ഥാടകരെ ആട്ടി എന്താ പറയാ തെളിയിച്ച് ഈ പറയുന്ന പന്തലിലേക്ക് കയറ്റിയിട്ടാണ് ഇത് നടച്ചത്. ഇങ്ങനെ നടത്തിയ ഒരു അപഹാസ്യ നാടകം അല്ലേ അയ്യപ്പൻ തന്നെ പൊളിച്ചു കൊടുത്തത്. ഇതൊക്കെ ചെയ്ത ആൾക്കാർ എന്റെ സംശയം എന്താണെന്ന് അറിയോ? അവിടെ അയ്യപ്പ വിഗ്രഹം അത് സാക്ഷാത് അയ്യപ്പ വിഗ്രഹം തന്നെയാണെന്നുള്ളത് എന്ത് ഉറപ്പുന്നേ? ദ്വാരപാലക ശില്പത്തിലെ 5 കിലോ സ്വർണം അടിച്ചു മാറ്റിയവർക്ക് അയ്യപ്പനെ പോലും ഇവർ അടിച്ചു മാറ്റിയിട്ടുണ്ടാവില്ലേ?